ഹായ് എവരിവൺ. നമ്മൾ വിദേശ പഠന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ബാങ്ക് ലോൺ വളരെ അത്യാവശ്യമായിട്ട് വരാറുണ്ട്. നമ്മൾ കൂടുതലും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ബാങ്ക് ലോണിന് അപ്രോച്ച് ചെയ്യാറും പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും ഇതെല്ലാം ചെയ്തു വരാറും. ഇൻകം ടാക്സ് ഫയൽ ചെയ്ത ഹിസ്റ്ററിൻ്റെത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരൻസിനോടാണ് എനിക്ക് ഈ സജഷൻ പറയാനുള്ളത്. നിങ്ങളിത് നോക്കുന്ന സമയത്തിന് മുമ്പേ അത്യാവശ്യം നിങ്ങളുടെ ബാലൻസ് ട്രാക്കിംഗ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അതേപോലെ IT കറക്റ്റായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതും എൻ്റെ പേഴ്സണൽ സജഷനിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ലോണിന് പോയി നമ്മൾ ഈ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ഓടി നടക്കുന്നത്. ആ ഒരു സിസ്റ്റം ഒന്നും മാറ്റാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ലോൺ സാങ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റേതായ പല നോംസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നോംസ് നമ്മളൊരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റാക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ഓട്ടവും ബഹളവും ഒക്കെ ഇതിൻ്റെ പുറകെ വരും, കൺഫ്യൂഷൻസ് വരും, പല കോളുകൾ വരും. അപ്പം ബേസിക്കലി ചിലപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടൊരു ലോൺ എടുത്തു വെച്ചേക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ പല പുതിയ ഡോക്യുമെൻറ്റ്സും നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ IT റിട്ടേൺസ് കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ഈവൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സാധാരണ പ്രൈവറ്റ് ഇതിലുള്ളതാണോ, ഇനിയിപ്പോൾ ഇതൊന്നും അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള IT ഫയൽ ചെയ്ത ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുക. അതിലേക്ക് നിങ്ങളുടെ മക്കളുടെ വിദേശ പഠനം നോക്കുന്ന പേരൻറ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്.